നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒടുവിൽ INL സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ഇടതു സ്ഥാനാർത്ഥിയായി INL നേതാവ് ഡോക്ടർ A അമീൻ മത്സരിക്കും. മുളിയാറിലെ വ്യാജ പട്ടയം പ്രതികളെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ഒത്തുകളി, പരാതിക്കാർ ലോകായുക്തയിലേക്ക്. കബഡി താരം സന്തോഷിന്റെ മരണം, പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രചാരണ തിരക്കിൽ M രാജഗോപാൽ, പ്രചാരണ തുടക്കം കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും. എൻഡോസൾഫാൻ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്ന് സമരനായകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ. ഉമ്മൻചാണ്ടി സർക്കാർ ദുരിതബാധിതരെ വഞ്ചിക്കുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ. കുടിവെള്ളമില്ലാതെ ചെങ്കള പഞ്ചായത്ത് 3-ാം വാർഡുകാർ, ഭരണസമിതി ദ്രോഹിക്കുന്നതായും ആക്ഷേപം. വോളി ലഹരിയിൽ അമർന്ന് ചെർക്കള, പ്രൗഢി പകർന്ന് വെബ്സൈറ്റ് പ്രകാശനം. വാർത്തകൾ വിശദമായി. അപ്രതീക്ഷിത പ്രഖ്യാപനം. ഡോക്ടർ A അമീൻ കാസർഗോഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. INL സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഡോക്ടർ അമീൻ. ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ കാസർഗോഡ് മണ്ഡലം LDF INL സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കൊല്ലത്തെ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ A അമീനായിരിക്കും കാസർഗോഡ് മത്സരിക്കുക. INL സംസ്ഥാന കമ്മിറ്റി അംഗമായ അമീൻ NA നെല്ലിക്കുന്നിനോടൊപ്പം INL വിട്ടവരുടെ സംഘത്തിലുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും INLിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. INL ആവശ്യമില്ലെന്ന് പറഞ്ഞ സീറ്റിൽ ഇത്തവണ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. നീണ്ട നാളത്തെ വാശിപിടിക്കലിനും ചർച്ചകൾക്കുമൊടുവിൽ സീറ്റ് INLന് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. എന്നാൽ അസീസ് കടപ്പുറം അടക്കമുള്ള കാസർഗോട്ടെ നേതാക്കളാരും മത്സരിക്കാൻ തയ്യാറായില്ല. ഇതോടെ പൊതുസമ്മതനെ നിർത്താൻ INL തീരുമാനിച്ചു. മുൻ INL നേതാവ് PB അഹമ്മദിന്റെ പേരായിരുന്നു ഉയർന്നത്. എന്നാൽ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചതോടെ വീണ്ടും അനിശ്ചിതത്വം തുടർന്നു. അതിനിടെ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന് LDFിൽ നിന്ന് സമ്മർദ്ദവും ഉയരാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഡോക്ടർ അമീനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജില്ലയിൽ വ്യാപകമായി കള്ളരേഖകൾ ഉണ്ടാക്കി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തി തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. 700 കോടിയോളം രൂപയുടെ അഴിമതിയാണ് ചില വില്ലേജുകളിൽ നടന്നതായും ആരോപിക്കുന്നത്. വ്യാപകമായി കള്ളരേഖകൾ ഉണ്ടാക്കാൻ ചില വില്ലേജ് ഓഫീസർമാരും കൂട്ടുനിന്നു. ജില്ലയിലെ മുളിയാർ, ചെങ്കള, പാടി, നെക്രാജെ, വേളം എന്നിവിടങ്ങളിലാണ് ഇത് വ്യാപകമായി കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടവർ ചില ഭരണകക്ഷി നേതാക്കളുമായി ചേർന്ന് സമ്മർദ്ദത്തിന് വഴങ്ങി നടപടിയെടുക്കാതിരിക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. ഒന്നിലധികം 3 കൈവശ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ 3 വ്യത്യസ്ത രീതിയിൽ നികുതി അടച്ചതും 3 ആധാരങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വ്യക്തമായ തെളിവുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് 7 രജിസ്റ്റർ, അതുപോലെ തന്നെ കെയർ രജിസ്റ്റർ, ഇതൊക്കെ വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയത് പോലീസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പേജുകൾ മറിച്ചിട്ടുണ്ട്, പേജുകൾ പറിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ വ്യക്തമായ രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളതാണ്. പേജുകൾ പറിച്ചു മാറ്റതല്ല, ഒരുപാടെണ്ണം തിരുത്തൽ വരുത്തിക്കുക. അതായത് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ എഴുതി പോകുമ്പോഴേ അതിൻ്റെ നടുക്കൊരെണ്ണം വെറുതെ എഴുതി ചേർക്കുക. എന്നിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് വെച്ചിരിക്കുന്നത്. ഹൈക്കോടതി 3 പ്രാവശ്യം ജാമ്യം നിഷേധിച്ച് കീഴടങ്ങാൻ ഉത്തരവിട്ട വ്യക്തിയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. ഉത്തരവിറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല. കാര്യങ്കോട്ടെ കബഡി താരം സന്തോഷിന്റെ കൊലപാതകം, പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 2015 ഡിസംബർ 7-ാം തീയതിയാണ് സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുവത്തൂർ കാര്യങ്കോട്ടെ കബഡി താരം G സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നീലേശ്വരം CI PK ധനഞ്ജയ ബാബുവാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കുറ്റപത്രം സമർപ്പിച്ചത്. 2015 ഡിസംബർ 7-നാണ് സന്തോഷിനെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ആദ്യം ഇതൊരു സ്വാഭാവിക മരണമായി മാത്രമേ കരുതിയിരുന്നുള്ളൂ. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിയിച്ചത്. സന്തോഷിന്റെ മാതൃ സഹോദരിയുടെ മകൻ മനോജാണ് കൊലപാതകം നടത്തിയത്. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറിയിരുന്ന മനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. സന്തോഷിന്റെ ഭാര്യ രഞ്ജുഷയ്ക്കും കൊലപാതകത്തിൽ പങ്കുള്ളതായി പിന്നീട് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പ്രേരണ കുറ്റമാണ് രഞ്ജിഷിയുടെ പേരിലുള്ളത്. മദ്യപിച്ച് വഴക്കിടുന്ന സന്തോഷിനെ വകവരുത്താൻ മനോജിനെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് രഞ്ജിഷിയായിരുന്നു.
സന്തോഷ് കൊല്ലപ്പെടുന്ന ദിവസം രഞ്ജിഷ ആശുപത്രിയിലായിരുന്നു. സന്തോഷിന്റെ സുഖമില്ലാത്ത അമ്മയ്ക്ക് കാവലായിട്ടായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായത്. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ഹൊസ്ദുർഗ് സബ് ജയിലിൽ പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം രഞ്ജിഷയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. മനോജ് ജയിലിൽ തന്നെയാണ്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ നെല്ലിക്കട്ട മാങ്കുണ്ട് കുടിവെള്ള പദ്ധതി അവതാളത്തിലായതായി വികസന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും പോലീസിനും ഗുണഭോക്താക്കൾ പരാതി നൽകി. പമ്പ് ഹൗസ് ചില സ്വകാര്യ വ്യക്തികൾ താഴിട്ട് പൂട്ടിയതായും ആരോപണം. ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി നടപ്പിലായിട്ട് 11 വർഷമായി. ഇതിന്റെ നിയന്ത്രണം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഗുണഭോക്താക്കൾ ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ നിയമാവലി പ്രകാരം ഓരോ മാസവും യോഗം ചേർന്ന് വരവ് ചെലവ് കണക്കുകൾ ഗുണഭോക്താക്കളെ അറിയിക്കേണ്ടതാണ്. എന്നാൽ ഈ കുടിവെള്ള പദ്ധതിയുടെ പേരുള്ള കമ്മിറ്റി 11 കൊല്ലമായി യോഗം ചേരുകയോ വരവ് ചെലവ് കണക്കാക്കുകയോ ചെയ്തിട്ടില്ല. ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി നടപ്പിലായിട്ട് 11 വർഷമായി. ഇതിന്റെ നിയന്ത്രണം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഗുണഭോക്താക്കൾ ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ നിയമാവലി പ്രകാരം ഓരോ മാസവും യോഗം ചേർന്ന് വരവ് ചെലവ് കണക്കുകൾ ഗുണഭോക്താക്കളെ അറിയിക്കേണ്ടതാണ്. എന്നാൽ ഈ കുടിവെള്ള പദ്ധതിയുടെ പേരിലുള്ള കമ്മിറ്റി 11 കൊല്ലമായി യോഗം ചേരുകയോ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതി അവതാളത്തിലായിരിക്കുകയാണെന്നും വികസന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിലർ ഈ പമ്പ് ഹൗസ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇവർ വിദ്യാനഗർ പോലീസിനെ സ്വാധീനിച്ച് വോട്ടെടുപ്പ് നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 11 വർഷത്തെ കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരും. 3-ാം വാർഡിലെ വികസനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി തടസ്സം നിൽക്കുകയാണെങ്കിൽ വികസന സമിതി സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കുടിവെള്ള പദ്ധതി പോലുള്ള പല തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം 15 ദിവസത്തോളം 110ഓളം ഗുണഭോക്താക്കൾ കുടിവെള്ളം ആശ്രയിച്ച് കഴിയുന്ന ഈ ടാങ്കിൽ നിന്നും കുടിവെള്ളം ലഭിക്കാതെ വരികയും പമ്പ് തകരാറ് മൂലം അവിടെ പഴയ ആ കുടിവെള്ള ഗുണഭോക്താക്കൾ അടിയന്തിരമായി മെമ്പറെ സമീപിക്കുകയും മെമ്പറോട് പരാതിപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ കമ്മിറ്റിക്കാരെയും ആ ഗുണഭോക്താക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടൊരു യോഗം ചേരുകയാണ് ഉണ്ടായത്. ആ യോഗത്തിൽ 11 വർഷമായി അവിടെ ഒരു കണക്ക് അവതരിപ്പിക്കുകയോ അതുപോലെ തന്നെ ഒരു പുതിയ കമ്മിറ്റിയുടെ ഉള്ള നടപടികളോ ഒന്നും ഉണ്ടായില്ല. വാർത്താ സമ്മേളനത്തിൽ ബി താജുദ്ദീൻ, ഇ അബ്ദുള്ള, റിയാസ്, ഗണേഷ് അതുക്കുഴി, യശ്വന്ത എന്നിവർ പങ്കെടുത്തു. വിന്നേഴ്സ് ചെർക്കള ആതിഥ്യമരുളുന്ന അഖിലേന്ത്യാ വോളിയുടെ വെബ്സൈറ്റ് തയ്യാറായി. ഡോക്ടർ എൻ.എ. മഹമ്മൂദ് നാലപ്പാട് ഉദ്ഘാടനം ചെയ്തു. എന്തിനും കളിക്കാനും കളിപ്പിക്കാനും മാത്രമേ ഒന്നിച്ച് ചെറുപ്പക്കാരിൽ ചേരാൻ സാധിക്കൂ. ഒരു നാടിന് അത് വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. എല്ലാവരും ഒത്തുചേർന്ന എല്ലാ പ്രാദേശവും എല്ലാ നാടും നന്നാക്കാൻ സാധിക്കും. ശനിയാഴ്ച നടന്ന ചടങ്ങിലാണ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഏപ്രിൽ 3 മുതൽ 10 വരെ നടക്കുന്ന ടൂർണമെന്റ് സംബന്ധമായ എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ചെർക്കള, അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള, ഷുക്കൂർ ചെർക്കള, നിസാർ ചെർക്കള, സലാം ചെർക്കള, അബ്ദുൽ ഖാദർ, സമീർ, C.K. ഗഫൂർ, C. ഗഫൂർ, അഷ്റഫ് പിർലം, ബഷീർ, അബ്ദുള്ള ടോപ്പ്, ഹാഷിം ചെർക്കള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന വോളിയിൽ അന്താരാഷ്ട്ര താരങ്ങൾ അണിനിരക്കും. 8 പുരുഷ ടീമുകളും 4ഓളം വനിതാ ടീമുകളും മത്സരത്തിൽ ഏറ്റുമുട്ടും. KSRTC ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത് പതിവാകുന്നു. രാത്രി യാത്രക്കാരാണ് ദുരിതത്തിലാവുന്നത്. സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവ് കാരണം നിരവധി ബസ്സുകളാണ് കട്ടപ്പുറത്ത് കിടക്കുന്നത്. സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവ് KSRTC ബസ്സുകളെ കട്ടപ്പുറത്താക്കിയതോടുകൂടി നിലവിലെ KSRTC സർവീസുകളിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. KSRTC സർവീസുകൾ കുറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ രാത്രി യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ലൈൻ ബസ് സർവീസുകൾ പൊതുവെ 8 മണിക്ക് ശേഷം സർവീസ് നടത്തുന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് രാത്രികാലങ്ങളിൽ KSRTC സർവീസുകൾ പതിവായിരുന്നു. കൃത്യസമയങ്ങളിൽ സർവീസ് നടത്തുകയും പതിവ് തെറ്റാതെ ഡിപ്പോകളിൽ നിന്നും പുറപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ 3 മാസത്തോളമായി ബസ്സുകളുടെ സർവീസ് കുറഞ്ഞിരിക്കുകയാണ്. സർവീസ് നടത്തുന്ന ബസ്സുകളാണെങ്കിൽ അവർക്ക് തോന്നിയ സമയങ്ങളിലാണ് ഡിപ്പോകളിൽ നിന്നും പുറപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞു പോകുന്ന ഉദ്യോഗസ്ഥരും ദൂരസ്ഥലങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം വഴി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരും ബസ് സർവീസ് താളം തെറ്റിയതോടുകൂടി കൂടുതൽ തുക മുടക്കി ടാക്സി പോലുള്ള വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. രാത്രി യാത്രക്കാർ കുറഞ്ഞതാണ് ബസ് സർവീസുകൾ ഒഴിവാക്കിയതെന്നാണ് ബസ് ജീവനക്കാർ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും സർക്കാരിന്റെ അവഗണനയുമാണ് സർവീസുകൾ കുറഞ്ഞതിന്റെ പ്രധാന കാരണം.
പ്രസിദ്ധമായ ചാല മഖാം ഉറൂസ് ഏപ്രിൽ 3 മുതൽ 10 വരെ നടക്കും. ഉറൂസിനോടനുബന്ധിച്ച് പ്രമുഖ മതപണ്ഡിതർ നയിക്കുന്ന മതപ്രഭാഷണവും ഉണ്ടായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഏപ്രിൽ 3 രാവിലെ 10 മണിക്ക് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് എസ് കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും. വൈകുന്നേരം 7 മണിക്ക് മതപ്രഭാഷണ പരിപാടിയുടെ ഉദ്ഘാടനം സയ്യിദ് NPM ഫസൽ കോയമ്മ തങ്ങൾ നിർവഹിക്കുമെന്നും ഉറൂസ് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 4 യുവത്വം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ സയ്യിദ് ഹസ്ബുല്ല ബഫക്കി തങ്ങൾ പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിലും കുടുംബജീവിതം, വിശ്വാസികളുടെ അമൂല്യ സമ്പത്ത്, ഉത്തമ സ്ത്രീ, ഉയർത്തപ്പെടുന്ന അനുഗ്രഹങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ വിഷയങ്ങളെ അധികരിച്ച് ചാല വലിയുള്ളാഹി സയ്യിദ് അഹമ്മദ് ഹാജി തങ്ങൾ പേരുള്ള ഉറൂസ് നേർച്ച ഏപ്രിൽ 3 രാവിലെ സാധുസംഘത്തിൻ്റെ ചെയർമാൻ എസ് കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ CU അനസ്, കുഞ്ഞിക്കോയ തങ്ങൾ, SK തങ്ങൾ, അബ്ദുൾ റഹ്മാൻ കുഞ്ഞി മാസ്റ്റർ, മമ്മൂട്ടി ചാല, C അബ്ദുള്ള കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. ഉദുമ കപ്പണക്കാൽ തറവാട് വയനാട്ട് കുലുവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 5, 6, 7 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഉത്സവത്തോടനുബന്ധിച്ച് 97 വനിതകൾ അണിനിരക്കുന്ന തിരുവാതിരയും അരങ്ങിലെത്തും. നീണ്ട 97 വർഷങ്ങൾക്ക് ശേഷമാണ് ഉദുമ കപ്പണക്കൽ തറവാട്ടിൽ വയനാട്ട് കുലവൻ തെയ്യം കെട്ടിയാടുന്നത്. ഏപ്രിൽ 3 ഞായറാഴ്ച രാവിലെ 11:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടക്കും. വൈകുന്നേരം 3 മണിക്ക് തറവാട്ടിൽ സാംസ്കാരിക സമ്മേളനവും നടക്കുന്നതാണ്. സമ്മേളനം P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ CS നാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രവീൺ കോടോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. DYSP K ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുപോലെ തന്നെ ശ്രീ പ്രവീൺ കോടോത്ത് അതിന് മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി, ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ്, അതുപോലെ ഉദുമ പടിഞ്ഞാറ് മുഹീദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ SV അബ്ദുള്ള, പരിയാരം കരയോഗം പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻ നായർ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ആ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇപ്രാവശ്യത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ 1ാം സമ്മാനാർഹരായ അനാമികയും സംഘം അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ടും ഈ തെയ്യംകെട്ട് മഹോത്സവ കമ്മിറ്റിയുടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ 97 വനിതകളുടെ തിരുവാതിരയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ CS നാരായണൻ, അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, B നാരായണൻ, ഉദയമംഗലം സുകുമാരൻ, ബാലകൃഷ്ണൻ കുണിയേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കൊടിപൂര. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ തൃക്കരിപ്പൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി M രാജഗോപാലൻ പ്രചരണ രംഗത്ത് സജീവമായി. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നായിരുന്നു പ്രചരണത്തിന്റെ തുടക്കം. ഇടതു സ്ഥാനാർത്ഥി M രാജഗോപാലനാണെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. പ്രഖ്യാപനം വന്നതോടെ തന്നെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി. രക്തസാക്ഷികളുടെ സ്മരണ ജ്വലിച്ചു നിൽക്കുന്ന കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നായിരുന്നു തുടക്കം. ലളിതമായ ചടങ്ങ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ധീരരായ കയ്യൂർ രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇരമ്പി നിൽക്കുന്ന ഈ സ്മൃതി മണ്ഡപത്തിൽ വെച്ചായിരിക്കണം അതിന് തുടക്കം കുറിക്കുന്നത് എന്ന നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നമ്മളെല്ലാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. എന്നും ഇടതിനൊപ്പം മാത്രം നിന്നിട്ടുള്ള തൃക്കരിപ്പൂരിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് M രാജഗോപാലൻ. തൃക്കരിപ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഇവിടെ പ്രതിനിധികളായിട്ടുള്ള ജനനേതാക്കൾ P കരുണാകരൻ, KP സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമേട്ടൻ, മുമ്പ് കേരള മുഖ്യമന്ത്രി പദം കൂടി അലങ്കരിച്ച EK നായനാർ എന്നീ നേതാക്കളുടെ എല്ലാം കാലയളവിൽ വളരെ മഹത്തരമായ സമഗ്രമായ വികസനം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുവാനുള്ള നേതൃത്വപരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ്. ആ അർത്ഥത്തിൽ ഇവരെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്ന സാമൂഹ്യ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഒരു തുടർച്ചയുണ്ടാക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ മണ്ഡലത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. UDF BJP സ്ഥാനാർത്ഥികൾ ആരാണെന്ന പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. ഒരു പടി മുമ്പേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങാൻ കഴിഞ്ഞുവെന്നത് ഇടതുപക്ഷം നേട്ടമായി കരുതുന്നു. എൻഡോ
എൻഡോസൾഫാൻ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്ന് എൻഡോസൾഫാൻ സമരനായകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. KCN ചാനലിന്റെ അതിഥിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ വേണ്ടത്ര താൽപര്യമോ ആത്മാർത്ഥതയോ ഇല്ല. രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ നിലപാട് എടുത്തിരുന്നുവെങ്കിൽ കുത്തകകൾക്ക് ഇത്ര തന്റേടത്തോടെ അഴിഞ്ഞാടാൻ കഴിയുമായിരുന്നില്ല. VS അച്യുതാനന്ദൻ മാത്രമാണ് ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. VSനെ പോലുള്ള ഒരാളിൽ ഞങ്ങൾ വലിയ ഇടപെടൽ നടത്തിയ കാരണം അത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിലപ്പുറത്ത്, നേരത്തെ മുഖ്യമന്ത്രി എന്നതിലപ്പുറത്ത് ഇതിനൊരു മനുഷ്യസ്നേഹി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പഠിക്കാനും ഇടപെടാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. VS മുഖ്യമന്ത്രി ആവണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു അർത്ഥത്തിൽ കാരണം ഇതിൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് കുറേ പ്രതീക്ഷിക്കാം. രോഗത്തിനും ദുരിതത്തിനും അതിർത്തികൾ നിർണയിക്കുന്നത് ശരിയല്ലെന്നും അർഹരായ മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അതിർത്തി വെച്ചുകൊണ്ടായിരുന്നില്ല ആകാശത്തിലൂടേത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിർത്തികൾ ലംഘിക്കരുത്. പക്ഷേ ഇത് പിന്നീട് അന്ന് അനുവദിച്ചു. പക്ഷേ അനുവദിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ഇത് കൊടുക്കുന്നില്ല. ധനസഹായം നൽകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF സർക്കാരും വാക്ക് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക്. കുട്ടികൾ നന്മയുള്ളവരായി വളരണമെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്ന് കവി V. മധുസൂദനൻ നായർ. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് വിളിപ്പേരുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സർക്കാർ വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനാണ് രക്ഷിതാക്കൾ തയ്യാറാകേണ്ടത്. കുട്ടികളെ അടിമകളാക്കുന്ന മൾട്ടിനാഷണൽ വിദ്യാലയങ്ങളിൽ നിന്നും സ്വാർത്ഥരായിട്ടാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. നമ്മുടെ കുട്ടികൾ നാടിൻ്റെ കരുത്തും മണ്ണിൻ്റെ മണവും അനുഭവിച്ച നാട്ടുകാർക്ക് വേണ്ടി വളരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പറയിന് ഒരു ബ്രാഹ്മണൻ 12 മക്കൾ 12 ഇടങ്ങളിലായി ജനിച്ചു എന്നാണ് കഥ. അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് ആരോ എടുത്തു വളർത്തി കളർന്നു വളർന്ന് കേരളത്തിലെ ജാതികളൊക്കെയായി എന്നൊരു കഥയാണ് കേട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മാത്രം കഥയല്ലത്. മുകളിൽ നോക്കുമ്പോൾ എന്നും തെളിയുന്ന ഒരു വെളുത്ത ബ്രാഹ്മണനുണ്ട്, സൂര്യൻ. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം നേതൃയോഗം പിലിക്കോട്ട് നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് ഒരു ഓർഡർ ഇട്ട് ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ ഖജനാവ് പാവങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഐക്യജനാധിപത്യ മുന്നണി ഭരണ സംവിധാനമാണ് എന്ന വസ്തുത ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. എതിർപക്ഷം പോലും നിഷേധിക്കില്ല. നമ്മുടെ നാട്ടിൽ നടന്ന വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും ഇന്നുവരെ ഇടതുപക്ഷം അതിനെ ചെറുതാക്കി ശ്രമിക്കുന്നില്ല. KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. കുഞ്ഞികൃഷ്ണൻ, KV ചന്ദ്രശേഖരൻ, PT ബാലകൃഷ്ണൻ, പലേരി പത്മനാഭൻ, V. കൃഷ്ണൻ, ബാലചന്ദ്രൻ ഗുരുക്കൾ, PK ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിനോദസഞ്ചാര വികസനം ലക്ഷ്യമാക്കി സൈക്കിൾ റാലി നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലളിത് സൂരി ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പും ജില്ലാ സ്പോർട്സ് ഡിവിഷനും സംയുക്തമായാണ് റാലി നടത്തുന്നത്. 500ഓളം സൈക്കിൾ യാത്രികൾ റാലിയിൽ പങ്കെടുക്കും. പ്രാദേശിക ജനങ്ങൾക്കായി 2016 ഏപ്രിൽ 9 രാവിലെ 8 മണിക്ക് ലളിത് റിസോർട്ടിൽ നിന്നും ആരംഭിച്ച് മേൽപ്പറമ്പ മസ്ജിദ്, പാലക്കുന്നമ്പലം, കോട്ടിക്കുളം സ്കൂൾ, പള്ളിക്കര ക്രിസ്ത്യൻ പള്ളി വഴി 18 കിലോമീറ്റർ സഞ്ചരിച്ച് ബേക്കൽ ഫോർട്ടിൽ അവസാനിക്കുന്നു. സമ്മാനാർഹരായ വിജയികൾക്ക് 15,000 രൂപ, 10,000 രൂപ, 5,000 രൂപ, 2,500 രൂപ നൽകുന്നു. അവാർഡ് ദാന ചടങ്ങ് ബേക്കൽ ഫോർട്ടിൽ വെച്ച് നടക്കും. സൈക്കിൾ മാരത്തണിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമായി ടീഷർട്ടും ക്യാപ്പും 250 രൂപയും ലഭിക്കുന്നതാണ്. പ്രാദേശിക നിവാസികളുടെ കായികക്ഷമതയും യോഗക്ഷേമവും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. The beginning, I would like to say a little bit about the company, the Lalit Suri Hospitality Group. It's in the banner of basically called Bharat Hotels. Our promoter and our CMD, Dr. Josna Suri, who is the ex-president for FICCI. She is actually who is running the show for running our 11 operational hotels all over India.
വാർത്താസമ്മേളനത്തിൽ വിവേക് റാം, രോഹിത് ശർമ്മ, വിനോദ്, NA സുലൈമാൻ, മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തടസ്സമാകില്ല. പ്രവൃത്തി ആരംഭിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന് പുതിയ മുഖം കൈവരും. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് നേരത്തെ തന്നെ ഫണ്ട് മാറ്റിവെച്ചിരുന്നെങ്കിലും സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയുടെ നിരന്തരമായ ഇടപെടലിനൊടുവിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി അടുത്തിടെ ലഭിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വന്നതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. നേരത്തെ ഫണ്ട് നീക്കിവെച്ച പ്രവൃത്തിയായതിനാൽ അതിന് തടസ്സമാകില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചത്. 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്. നിലവിൽ പൂർണ്ണമായും ടാറിംഗ് ഇളകിക്കിടക്കുന്ന നിലയിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. പുതിയ തീരുമാനപ്രകാരം ടാറിങ്ങിന് പകരം പൂർണ്ണമായും കോൺക്രീറ്റിലായിരിക്കും നിർമ്മാണം നടക്കുക. ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് 5.25 ലക്ഷത്തിന്റെ ഡ്രൈനേജും നിർമ്മിക്കും. ഓട്ടോ സ്റ്റാൻഡിനായി 2.5 ലക്ഷം രൂപ, സീറ്റിംഗിനായി 2 ലക്ഷം, കോൺക്രീറ്റിന് 66 ലക്ഷം എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല ബസ് സ്റ്റാൻഡിൽ പൂർണ്ണമായും സൗരോർജ്ജ വൈദ്യുതിയും ഉപയോഗിക്കും. സൗരോർജ്ജ പദ്ധതിക്കായി 8 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിന് പുതിയ മുഖം കൈവരും. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ കൂട്ടിയ ഇൻഷുറൻസ് കമ്പനികളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5-ന് ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നീലേശ്വരം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് രജത ജൂബിലിയുടെ നിറവിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള ഗാനസന്ധ്യ 2016 ഏപ്രിൽ 3-ന് നീലേശ്വരം രാജാസിൽ പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ശോഭനയുടെ ഭരതനാട്യം പരിപാടിയുടെ ഭാഗമായി നടത്തുമെന്നും സംഘാടകർ. ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്തെ കഴിഞ്ഞ 25 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന നൃത്തവിദ്യാലയമാണ് നൃത്താഞ്ജലി. നൃത്താഞ്ജലിക്ക് വേണ്ടി നീലേശ്വരം തളയിൽ ക്ഷേത്രം റോഡിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രജത ജൂബിലി ആഘോഷവും ഏപ്രിൽ 3-ന് നടക്കും. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കലാമണ്ഡലം ഹൈമാവതി നിർവഹിക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം ബാലു കിരിയത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടനസന്ധ്യ 2016, പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ശോഭനയുടെ ഭരതനാട്യം, ഫോക്ലർ അക്കാദമിയുടെ സഹകരണത്തോടെ താവം ഗ്രാമവേദി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ അരങ്ങേറും. ചടങ്ങിൽ ഏറുവാട്ട് മോഹനൻ, KCS നായർ, M ഭാസ്കരൻ, PV തുളസിരാജ്, കലാമണ്ഡലം അജിത, പ്രൊഫസർ KP ജയരാജൻ, M പ്രദീപ് കുമാർ, K മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ INL സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ഇടതു സ്ഥാനാർത്ഥിയായി INL നേതാവ് ഡോക്ടർ AA അമീൻ മത്സരിക്കും. മുളിയാറിലെ വ്യാജ പട്ടയം പ്രതികളെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ഒത്തുകളി, പരാതിക്കാർ ലോകായുക്തയിലേക്ക്. കബഡി താരം സന്തോഷിന്റെ മരണം പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രചാരണ തിരക്കിൽ M രാജഗോപാൽ. പ്രചാരണ തുടക്കം കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും. എൻഡോസൾഫാൻ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്ന് സമരനായകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ. ഉമ്മൻചാണ്ടി സർക്കാർ ദുരിതബാധിതരെ വഞ്ചിക്കുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ. കുടിവെള്ളമില്ലാതെ ചെങ്കള പഞ്ചായത്ത് 3-ാം വാർഡുകാർ. ഭരണസമിതി ദ്രോഹിക്കുന്നതായും ആക്ഷേപം. വോളി ലഹരിയിലമർന്ന് ചെർക്കള, പ്രൗഢി പകർന്ന് വെബ്സൈറ്റ് പ്രകാശനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.